ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അത് അദബിന്റെ ഭാഗമാണ് തഅലീം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തഅലീം. ആദരിക്കേണ്ടവരെ ആദരിക്കണം. കുട്ടിക്കാലത്തെ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാ. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പ്രധാനപ്പെട്ടതാണ് തന്റെ ഉസ്താദ്. കുഞ്ഞുങ്ങളിത് പഠിപ്പിക്കണം. ഉസ്താദ് ഗുരു. 1-ാം ക്ലാസ്സിൽ ചേർത്താൽ ആദ്യത്തെ ഗുരു 1-ാം ക്ലാസ്സിലെ ഉസ്താദാണ്. മുഅല്ലിം. ഉസ്താദുമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദ് അലിഫ് പഠിപ്പിച്ച ഉസ്താദാണ്. അലിഫും ബാവും പഠിപ്പിച്ച നമ്മൾ 1-ാം ക്ലാസ്സിലെ ഉസ്താദ് എന്ന് പറഞ്ഞ് ചെറുതാക്കാൻ നോക്കുക. 1-ാം ക്ലാസ്സിലെ ഉസ്താദ് 1-ാം ക്ലാസ്സിലെ ഉസ്താദാണോ ഏറ്റവും വലിയ ഉസ്താദ്? ആ ഉസ്താദന്മാരോടുള്ള ബഹുമാനം കുഞ്ഞുങ്ങൾക്ക് വേണം. ഇന്നത്തെ സ്ഥിതി എന്താ? ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഓടി വരും മദ്രസയിൽ. എന്നിട്ടോ കുട്ടികളുടെ മുന്നിലിട്ട് തന്നെ ഉസ്താദുമാരെ ശകാരിക്കും. ഉസ്താദന്മാരുടെ കുറവുകളും കുറ്റങ്ങളും പറയും. തഅലീം കൊടുക്കേണ്ടതിൽ ഏറ്റവും തഅലീം കൊടുക്കേണ്ടത് ഉസ്താദന്മാർക്കാണ്. മുഅല്ലിമീങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഗുരുമഹത്തുക്കൾ ഗുരുനാഥന. അതവിടുത്തെ ഊറ് പറയാറുണ്ട്, ഒരാളുടെ ഏറ്റവും വലിയ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ ഉസ്താദാണ് ഏറ്റവും വലിയ ഷെയ്ഖ്. മുറബിയ ഷെയ്ഖ് നോക്കി പോകാറില്ലേ? ഏറ്റവും വലിയ ഷെയ്ഖ് 1-ാം ക്ലാസ്സിലെ ഉസ്താദാണ്. അലിഫും ബാവും പഠിപ്പിച്ച ഉസ്താദ്. ആ അലിഫും ബാവും പഠിപ്പിച്ച ഉസ്താദിന്റെ പഠനം കൊണ്ടേ നാം നിസ്കരിക്കുന്നതും എന്തും ചെയ്യുന്നതും. ആ ഉസ്താദിന് കൊടുക്കേണ്ട ബഹുമാനം. ഉയർന്നവരെല്ലാം ഉന്നത സ്ഥാനത്തേക്ക് കേവലം ബുദ്ധി കൊണ്ട് മാത്രമല്ല, പഠനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ഉയരുക. ഉന്നത സ്ഥാനത്തെത്തിയവരെല്ലാം എത്തിയത് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുത്തിട്ടും ആദരിക്കേണ്ടവരെ ആദരിച്ചുകൊണ്ട് മാത്രമാണ് ആരും ഉയർന്നിട്ടുള്ളൂ. തകർന്നവരെല്ലാം തകർന്നതും പരാജയപ്പെട്ടവരെല്ലാം പരാജയപ്പെട്ടതും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാത്തത് കൊണ്ടും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്തത് കൊണ്ടുമല്ലേ